ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും കുന്തി സ്തുതി വിശദമായ പഠനത്തിലേക്ക് സ്വാഗതം. നമ്മളിതൊരു 3 ഭാഗങ്ങളായിട്ട് 3 ക്ലാസ്സായിട്ടാണിത് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന്. നമുക്ക് ആരംഭിക്കാം. യം പ്രൗരചന്ദമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തർവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഓം നമോ ഭഗവതേ വാസുദേവായ. കുന്തി സ്തുതി ശ്രീമദ് ഭാഗവതത്തില് 1-ാം അധ്യായം, പ്രഥമസ്കന്ധം 1-ാം പ്രഥമസ്കന്ധത്തില് 8-ാം അധ്യായം, അതില് 18-ാമത്തെ ശ്ലോകം മുതലാണിത് കുന്തി സ്തുതി വരുന്നത്. ഇതിന് മുൻപേ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് കുന്തി സ്തുതിയിലേക്ക് കിടക്കാം. കുരുക്ഷേത്ര യുദ്ധം എല്ലാവർക്കും അറിയാം. കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ 1-ാം അധ്യായത്തിൽ ഈ 1-ാം ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ്? സൂത ഉവാച അദധേ സംവരേദാന സ്വാനാമുദകമിച്ഛതാ ധാതും സകൃഷ്ണാം ഗംഗായ പുരസ്കൃത്യായുസ്ത്രീയ. നൈമിഷാരണ്യത്തില് സൂതഗോസ്വാമി പറയുകയാണ്, ഇതിനുശേഷം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം മൺമറഞ്ഞു പോയിട്ടുള്ള തങ്ങളുടെ ബന്ധുക്കൾക്ക് തർപ്പണം ചെയ്യാൻ ആഗ്രഹിച്ച പാണ്ഡവര് ദ്രൗപദിയോടൊപ്പം ഗംഗാതീരത്തേക്ക് പോയി. നമുക്കറിയാം, ഗംഗാതീരത്തേക്ക് എന്തിനാണ്? സ്ത്രീകളായിരുന്നു അവർക്ക് മുൻപിലായി നടന്നത്, അല്ലെ? പുരസ്കൃത്യ യയുസ്ത്രീയ. അപ്പം ഈ ശ്ലോകത്തില് പറയുന്നത് എന്താണ്? കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം, ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അതിന്റെ അനന്തര ഫലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 18 ദിവസം നീണ്ടു നിന്ന ആ ഭയാനകമായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച സമയമാണ്. കൗരവര് എല്ലാവരും നശിപ്പിക്കപ്പെട്ടു, പാണ്ഡവര് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ വലിയൊരു വിജയത്തിലും ഒരു വലിയ ശൂന്യത മാത്രമാണ് അവിടെ അവശേഷിച്ചത്. കാരണം പാണ്ഡവർ ജനിച്ചുവെങ്കിൽ പോലും സ്വന്തം ബന്ധുക്കളും ഗുരുക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ആ യുദ്ധത്തില് വീണ് കഴിഞ്ഞിരുന്നു. അവരെല്ലാം ശരീരം ഉപേക്ഷിച്ചു. അതിന് തൊട്ട് മുൻപ് അവസാന സമയത്ത്, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന സമയത്താണ് ഏറ്റവും വലിയൊരു ക്രൂരതയും അവിടെ നടക്കുന്നത്. അശ്വത്ഥാമാവ് ആ യുദ്ധം ജയിച്ചുവെങ്കിലും രാത്രിയിൽ ഉറങ്ങിക്കിടന്നുകയായിരുന്ന പാണ്ഡവരുടെ മക്കളെ അശ്വത്ഥാമാവ് വധിക്കുകയുണ്ടായി. അപ്പം ആ ദുഃഖവുമുണ്ട്. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖത്തിലിരിക്കുന്ന ദ്രൗപദിയെയും പാണ്ഡവരെയും നമുക്ക് ഈ ശ്ലോകത്തില് വ്യക്തമായിട്ട് കാണാം. അതിനുശേഷം അശ്വത്ഥാമാവിനെ ശിക്ഷിച്ചതിനൊക്കെ ശേഷമുള്ള ഘട്ടമാണ് ഈ വരുന്നത്. വിശദമായിട്ട് പോകുന്നില്ല എങ്കിലും ഇവിടെ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, മരിച്ചവർക്ക് തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട്. തർപ്പണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. ബലിയിടുന്നതിനുമൊക്കെ ശ്രാദ്ധം ചെയ്യുന്നതിനുമൊക്കെ അത്രയും പ്രാധാന്യം നമ്മുടെ പുരാണങ്ങളിലും വൈദിക ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വേണ്ടിയിട്ടാണ്? മരിച്ചുപോയവർക്ക് പരലോകത്തില് ശാന്തി ലഭിക്കുന്നതിനായിട്ട് ഹൈന്ദവ ആചാരപ്രകാരം ജലതർപ്പണം ചെയ്യാറുണ്ട്. ഓരോ വർഷവും ചെയ്യാറുണ്ട്, മരിച്ചതിന് ശേഷവും ചെയ്യാറുണ്ട്. യുദ്ധത്തില് മരിച്ച ഭീഷ്മർക്കും ദ്രോണർക്കും കർണൻ, അഭിമന്യു
ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പാണ്ഡവര് അവരുടെ വരുന്ന തലമുറ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടതാരാണ്? ആ ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ്. നമ്മുടെ വീടുകളിലായാലും മരിച്ചുപോയാൽ, ആരെങ്കിലും മരിച്ചുപോയാൽ ആ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ കടമയാണ് എന്ത്? അവർക്ക് ശ്രാദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിനായി അവര് ആ പുണ്യനദിയായ ഗംഗാതീരത്തേക്ക് തിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിന്റെ തുടക്കം. ചോദിക്കും, എന്തുകൊണ്ടാണ് സ്ത്രീകളെ മുന്നിൽ നടത്തിയത്? ഈ ശ്ലോകത്തിൽ പറയുന്നത് പുരസ്കൃത്യ യയുസ്ത്രീയ, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ആചാരം. പണ്ട് കാലങ്ങളിൽ അന്ത്യകർമ്മങ്ങൾക്കായി നദിയിലേക്ക് പോകുന്ന സമയത്ത് ആ കുടുംബത്തിലെ സ്ത്രീകളാണ് മുന്നിൽ നടന്നിരുന്നത്. അതൊരു രീതിയായിരുന്നു. പിന്നെയോ ആദരവും സാന്ത്വനവും. അപ്പം ദ്രൗപദിയും സുഭദ്രയും ഗാന്ധാരിയും ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകൾക്കും എന്ത്? ഇത്രയും ദുഃഖത്തിലാണ്. അവരുടെ പ്രിയപ്പെട്ടവരും മരിച്ചുപോയി, അവർ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരുന്നു അവരെല്ലാം. അവരെ ആശ്വസിപ്പിക്കാനും അവർക്കൊരു ആദരം നൽകാനും വേണ്ടിയിട്ടാണിത് പാണ്ഡവര് അവരെ മുന്നിൽ നടത്തിയത്. ഇപ്പൊ ഇവിടെ സകൃഷ്ണ എന്നും പറയുന്നുണ്ട്. അത് 2 രീതിയിലെടുക്കാം. എന്ത്? ദ്രൗപദിയുടെ ഒരു പേരാണ് എന്ത്? കൃഷ്ണ എന്നുള്ളത്. പിന്നെയോ ശ്രീകൃഷ്ണനോടൊപ്പം സകൃഷ്ണ, പാണ്ഡവരുടെ എല്ലാ കഷ്ടപ്പാടുകളിലും കൂടെയുണ്ടായിരുന്ന ഭഗവാൻ കൃഷ്ണനും അവരോടൊപ്പം ഗംഗാതീരത്തേക്ക് പോയി. ചുരുക്കത്തില് ആ യുദ്ധം നൽകിയ വലിയ മുറിവുകളുമായിട്ട് തങ്ങളുടെ ബന്ധുക്കൾക്ക് ആത്മശാന്തി നേരാൻ ഭഗവാൻ കൃഷ്ണന്റെ കൂടെ ഗംഗാതീരത്തേക്ക് പോകുന്ന പാണ്ഡവരുടെ അവസ്ഥയാണ് ആ ശ്ലോകത്തിന്റെ പശ്ചാത്തലം. ഇതിന് ആ ശ്ലോകം നമ്മൾ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമാണ് എന്ത്? കുന്തി ദേവിയുടെ പ്രസിദ്ധമായ സ്തുതിയും ഭീഷ്മസ്തുതിയും ഒക്കെ തന്നെ ഭാഗവതത്തില് വരുന്നത്. കുന്തി സ്തുതി എന്ന് പറഞ്ഞാൽ മാത്രം പ്രാധാന്യമാണ് മാനവരാശിക്ക്. അനശ്വരമായിട്ടുള്ള പ്രാർത്ഥനകളാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട്. പിന്നെയോ എത്ര വിപത്തുകൾ ഉണ്ടായാലും ഭഗവാനെ മറക്കാതിരിക്കാൻ കുന്തിദേവി നൽകുന്ന പാഠം ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും അനശ്വരമായിട്ടുള്ള ഒരു ഗീതമാണ് ഇത് ഈ കുന്തി സ്തുതി എന്ന് പറയുന്നത്. നമുക്ക് കുന്തി സ്തുതിയിലേക്ക് കടക്കാം. ആദ്യ ശ്ലോകത്തിലേക്ക്. ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം. അതാണെന്ത്? കുന്തി സ്തുതി. കുന്തിയുവാച നമസ്യേ പുരുഷം തുഭ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം. ശ്രീമതി കുന്തി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹേ കൃഷ്ണ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. കാരണം അവിടുന്ന് ആദിപുരുഷനും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്കതീതനുമാണ്. സത്വരജസ്തമോ ഗുണങ്ങൾക്കും അതീതനുമാണ്. അവിടുന്ന് എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറത്തും നിലകൊള്ളുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും എന്താണ്? അദൃശ്യനുമാണ്. എവിടെയും എല്ലായിടത്തുമുണ്ട് എങ്കിൽ പോലും എന്താണ്? അദ്ദേഹം അദൃശ്യനുമാണ്. പ്രഹ്ലാദ് മഹാരാജ് ഹിരണ്യകശിപുവിനോട് പറഞ്ഞതുപോലെ എൻ്റെ ദൈവം എല്ലായിടത്തുമുണ്ട്, പക്ഷേ എല്ലാവർക്കും അദൃശ്യനുമാണ്. ഇപ്പൊ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പാണ്ഡവ മാതാവായിട്ടുള്ള കുന്തി ദേവി ആ നിൽക്കുന്ന ഭഗവാനെ നോക്കുകയാണ്. ആ നീല നിറമുള്ള മേനിയഴകും കള്ളച്ചിരിയോടും കൂടി നിൽക്കുന്ന കൃഷ്ണൻ. ലോകർക്കാകെ അദ്ദേഹം പാണ്ഡവരുടെ പ്രിയപ്പെട്ട കൃഷ്ണനാണ്. കുന്തിക്കാകട്ടെ തൻ്റെ അനന്തരവൻ കൂടിയാണ്. കുന്തിദേവി അവിടെ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. എന്ത്? ആ സാധാരണ ബന്ധത്തിനപ്പുറം ഒരു വലിയ സത്യം കുന്തിദേവി ആ നിമിഷം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണെന്ത്?
ഈ ഒരു സ്തുതി ഉണ്ടാകുന്നത്. കുന്തിദേവി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു നിന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും എന്ത് അത്ഭുതമായി തോന്നാം, അല്ലേ? പക്ഷേ കുന്തി മാതായിക്ക് തെറ്റുപറ്റിയിരുന്നില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? കേവലം ഒരു മനുഷ്യനല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണഭൂതനായിട്ടുള്ള ആദി പുരുഷനാണ് എന്ന് കുന്തിദേവി മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ത് ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണിട്ട് നമസ്കരിക്കുന്നത്. കുന്തിദേവി ആ ഒരു നിമിഷം ഒരു കാര്യം ഓർത്തു. എന്താണ്? കുറെ നേരം മുൻപാണ് അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ആ വംശം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രഹ്മാസ്ത്രം തൊടുക്കുന്നത്. ആരുടെ? ഉത്തരാമാതായുടെ ഗർഭപാത്രത്തെ ലക്ഷ്യമാക്കി ആ ബ്രഹ്മാസ്ത്രം തൊടുക്കുന്ന വേളയിൽ ഭഗവാൻ എന്താണ്? ആ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഗർഭപാത്രത്തിനുള്ളിൽ ചെന്ന് സുദർശന ചക്രം കൊണ്ട് കവചമൊരുക്കി. ഇവിടെയാണ് കുന്തിദേവി വിസ്മയിച്ചു പോകുന്നത്. കൃഷ്ണൻ ഒരേ സമയം തൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. എന്തായിട്ട്? തേരാളിയായിട്ട് നിൽക്കുന്നു. അതേ സമയം തന്നെ ഉത്തരാദേവിയുടെ ഗർഭത്തിനുള്ളിലും രക്ഷകനായിട്ടിരിക്കുന്നു. അപ്പം ഈ ലോകത്തിലെ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നതും ആരാണ്? ഇതേ കൃഷ്ണൻ തന്നെയാണ്. ഇതുകൂടിയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ആർക്കും തോന്നാം, ദൈവം എല്ലാവരുടെയും ഉള്ളിലും പുറത്തുമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല? അതിനും കുന്തിദേവി നൽകുന്ന ഉത്തരം എന്ത്? ലളിതമാണ്. നമ്മളിപ്പോൾ ഒരു നാടകം കാണാൻ പോകുന്നു. ആ നാടകത്തില് ആ നടൻ ആ വേഷം കെട്ടിയിട്ട് ആ കഥാപാത്രത്തിന്റെ വേഷം കെട്ടി സ്റ്റേജിൽ വരുന്ന സമയത്ത് സ്വന്തം മക്കൾക്ക് പോലും എന്ത്? അച്ഛനെ തിരിച്ചറിയാതെ പോകുന്നു. അതേപോലെയാണ് ഭഗവാനും. ഭഗവാന്റെ മായ എന്ന ശക്തിയുടെ തിരശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല? നമ്മുടെ അഹങ്കാരവും പിന്നെയോ ശരണാഗതി പ്രാപിക്കാനുള്ള വിമുഖതയും കാരണം, അല്ലെ, കീഴടങ്ങാനുള്ള വിമുഖതയും കാരണം ആ തിരശീല നീക്കി ഭഗവാനെ കാണാൻ എന്ത് നമുക്ക് കഴിയുന്നില്ല. പക്ഷേ കുന്തിദേവിക്കത് കാണാൻ സാധിച്ചു. നമ്മുടെ ലോകത്ത് പലരും പലതിനെയും നിയന്ത്രിക്കുന്നുണ്ടാകാം. സൂര്യനും ചന്ദ്രനും പ്രകൃതിയെ നിയന്ത്രിക്കുന്നു. ഭരണാധികാരികൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, ഇവര് നാടിനെ നിയന്ത്രിക്കുന്നു. എന്നാൽ ഇവരെല്ലാം കാലം, സമയം ഇതിന് കീഴടങ്ങുന്നവരാണ്. ഒരു സമയം കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ആ പൊസിഷൻ മാറേണ്ടി വരും, അല്ലെങ്കിലും എന്താണ് അതിന് ശേഷമായാലും ഈ ലോകത്ത് നിന്നും പോകേണ്ടതായിട്ടും വരും. എന്നാൽ കൃഷ്ണൻ എന്താണ്? അങ്ങനെയല്ല. അവിടുന്ന് ആരാണ്? പരമേശ്വരനാണ്. എല്ലാ നിയന്താക്കളെയും നിയന്ത്രിക്കുന്ന പരമമായ ശക്തിയാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള സാധാരണ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് പൂച്ച പാല് കുടിക്കുന്നത് പോലെ ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുന്നത്, കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ. കാരണം എവിടെയുമുണ്ട് ആര്? ഭഗവാൻ. അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? കുന്തി ദേവിയെ പോലെ ഭക്തിയോടും വിനയത്തോടും കൂടിയിട്ട് നമ്മൾ ഭഗവാനെ നോക്കണം. നാം ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ സമസ്യയാണ് ആര്? ദൈവം. ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ദൈവം മുന്നിൽ വരാൻ എന്ത് വേണം? ആ ദൈവം നമ്മളെ കാണാൻ സ്നേഹമെന്ന, ഭക്തി എന്ന സ്നേഹം കൊണ്ട് മാത്രമേ എന്ത് സാധിക്കൂ? ആ സമസ്യ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് ഭഗവാൻ കുന്തി ദേവിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വെറും ഒരു ആരാണ്? അനന്തരവനോ അല്ലെങ്കിൽ ബന്ധുവോ മാത്രമാണെന്ന് ലോകം കരുതി. എന്നാൽ ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം തിരിച്ചറിയാൻ
ആ ഭക്തി എന്ന കാഴ്ചപ്പാട്, ആ ഭക്തി സ്നേഹം, അത് വേണമെന്ന് കുന്തിദേവി ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ കിട്ടൂ. ആ പുറമേ കാണുന്ന മനുഷ്യരൂപം വെറും ഒരു വേഷം മാത്രമാണെന്നും അതിൽ മറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചനാഥനാണെന്നുമാണ് എന്ത് ഈ ശ്ലോകത്തിന്റെ സന്ദേശം. ഇതിലൊരു ചെറിയ കഥ കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയാം. ഒരിക്കലൊരു രാജാവ് തൻ്റെ രാജ്യത്തെ പ്രജകളുടെ ക്ഷേമമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ്റെ വേഷം ധരിച്ച് ആ ഗ്രാമങ്ങളിലൂടെ നടന്നുപോയി. അദ്ദേഹം തൻ്റെ കൊട്ടാരവും ആ രാജകീയ വസ്ത്രവും പരിചാരകരെയും ഒക്കെ ഒഴിവാക്കിയാണ് പോകുന്നത്. അദ്ദേഹത്തെ പലരും കണ്ടു, അല്ലേ? അപ്പം ദയയുള്ളവരും ഭക്തിയുള്ളവരുമായ ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ ആ വാക്കുകളിലെ ജ്ഞാനവും ആ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലെ സാധാരണത്വവും, സാധാരണ മനുഷ്യനെ പോലെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഒരു മഹാനാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ മറ്റു ചിലരെന്ത് പറ്റി? വെറും ഒരു യാചകനോ ഒരു ഭിക്ഷാടകനോ ഒക്കെയായിട്ട് കണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. എന്താണ്? ആ അധികാരം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല, ആ എളിമത്വം അംഗീകരിക്കാൻ. ഇതുപോലെയാണ് ഭഗവാന്റെ കാര്യവുമെന്നും കുന്തിദേവി നമ്മളെ പഠിപ്പിക്കുന്നു. സാധാരണ മനുഷ്യനായിട്ട് വന്നതല്ല ഭഗവാൻ, അങ്ങനെ കാണരുത്. അദ്ദേഹം ഒരു പാഠം നൽകാനാണ് നമുക്കിടയിലേക്ക് വന്നത്. അദ്ദേഹത്തെ എങ്ങനെ കിട്ടും? ഭക്തി കൊണ്ട് മാത്രമേ കിട്ടൂ. അത് കണ്ടിട്ട് നമ്മളൊരു സാധാരണ വ്യക്തിയാണ് ഭഗവാനെന്ന് കരുതി ഇരിക്കരുത്. ആ കഥയില് എന്താണ്? ചിലര് രാജാവിനെ പരിഹസിച്ചു. അതുപോലെ തന്നെയാണ് ഭഗവാൻ ഭൂമിയിൽ വരുന്ന സമയത്ത് അവതരിച്ചപ്പോഴ് അവിടുന്ന് വെറും ഒരു മനുഷ്യനായിട്ട് കണ്ട ആൾക്കാരുമുണ്ട്. അവരാണെന്ത്? അസുരന്മാര്. ഭഗവാനെ അംഗീകരിക്കാത്ത എല്ലാവരും ആരാണ്? അസുരന്മാരാണ്. നമുക്കും അതുപോലെയാണ്, മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണുകൾക്കും ബുദ്ധികൾക്കും എന്തുണ്ട്? പരിമിതിയുണ്ട്. ഇരുട്ടത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അതുപോലെ പരീക്ഷണശാലയിലെ ഉപകരണങ്ങൾക്ക് കൊണ്ട് മാത്രം ഭഗവാനെ അളക്കാനും കഴിയില്ല. സാധാരണ മനുഷ്യരുടെ ഇന്ദ്രിയജ്ഞാനത്തിനും അപ്പുറമാണ് ആര്? ഭഗവാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ആ ഒരു ചെറു വിരല് കൊണ്ട് വരെയാണ് ഗോവർദ്ധനം എന്ന മഹാപർവ്വതത്തെ അദ്ദേഹം ഉയർത്തിയത്. ആ വൃന്ദാവന നിവാസികൾക്ക് മൊത്തവും സംരക്ഷണം നൽകിയത്. അതൊക്കെ നമ്മൾ അറിയണം. അതാണ് ഭഗവാന്റെ എന്ത് പറയാ, അതുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ആ ഭഗവാന്റെ ഇത്തരം അമാനുഷികമായ പ്രവൃത്തികൾ വിവരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ, ആ മഴമേഘങ്ങൾക്കിടയിൽ സൂര്യൻ മറഞ്ഞിരുന്നാലും സൂര്യനില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതേപോലെയാണ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല എന്നതിനർത്ഥം ഭഗവാൻ ഇല്ല എന്നല്ല. വിനയത്തോടും ഭക്തിയോടും മാത്രമേ പറ്റൂ? ആ ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റൂ. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 19ാമത്തെ ശ്ലോകം, കുന്തി സ്തുതിയിലെ 2ാമത്തെ ശ്ലോകം. മായജവാനി കച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ്യ നതോ നാട്യധരോ യഥാ. പരിമിതമായ ഇന്ദ്രിയങ്ങൾക്കപ്പുറം, ഇന്ദ്രിയാനുഭവങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അപ്പുറത്തായത് കൊണ്ട് മായയാകുന്ന തിരശ്ശീലയാൽ മറയ്ക്കപ്പെട്ട എന്നും കുറ്റമറ്റവനായിട്ടുള്ള പരമപുരുഷനാണ് ആര്? ഭഗവാൻ എന്ന് കുന്തിദേവി പറയുകയാണ്. മായജവാനി കച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം
പരിമിതമായിട്ടുള്ള ഇന്ദ്രിയാനുഭവങ്ങൾക്കും, നമ്മുടേത് പരിമിതമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് ഒരു പരിധിയുണ്ട്, എല്ലാം കാണുന്നതിനും കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും. അതിനും അപ്പുറമായതുകൊണ്ട് മായാ ജവാനികച്ഛന്നം, മായയാകുന്ന തിരശീലയാൽ മറയ്ക്കപ്പെട്ട എന്നും കുറ്റമറ്റവനായിട്ടുള്ള പരമപുരുഷനാണ് അവിടുന്ന്. ന ലക്ഷ്യസേ മൂഢദൃശ്യ നദോ നാട്യധരോ യഥാ. വേഷം കെട്ടിയ ഒരു നടനെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ, വേഷം കെട്ടിയ ഒരു നടനെ സാധാരണക്കാർ തിരിച്ചറിയാത്തതുപോലെ മൂഢനായിട്ടുള്ള മൂഢദൃശ്യ, ന ലക്ഷ്യസേ മൂഢദൃശ്യ, മൂഢനായ ഒരു നിരീക്ഷകന് അവിടുന്ന് അദൃശ്യനായി തുടരുന്നു. ഇതിലെന്താണ് പറയുന്നത്? മായയുടെ തിരശ്ശീല, ഭഗവാന്റെ ഊർജം, ഭഗവാന്റെ ശക്തിയാണ് എന്ത്? മായ. കാരണം സാധാരണ മനുഷ്യർക്ക് അവിടുത്തെ യഥാർത്ഥ സ്വരൂപം കാണാൻ കഴിയില്ല. ഇവിടെ വേഷം കിട്ടിയ നടനെ കുറിച്ചും പറയുന്നു. എന്തുകൊണ്ടാണ്? വേഷപ്പകർച്ചയില് ഒരു നടൻ ആ കഥാപാത്രത്തിന്റെ വേഷപ്പകർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് കാണികൾക്ക്, കാണുന്നവർക്ക് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുപോലെ ഭൗതിക ലോകത്ത് ഭഗവാൻ വരുമ്പോഴും, ഭഗവാൻ ഓരോന്ന് പ്രവർത്തിക്കുന്ന സമയത്തും, ഇപ്പം നമ്മുടെ മുന്നിൽ വന്നാൽ പോലും അവിടുത്തെ ദിവ്യത്വം, ഭഗവാന്റെ ദിവ്യത്വം തിരിച്ചറിയാൻ ആത്മീയ ജ്ഞാനമില്ലാത്തവർക്ക് എന്ത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കൊടാനുകൂടി ജനങ്ങൾ ഉണ്ടായിട്ടും വളരെ കുറച്ചാളുകൾക്ക് മാത്രം എന്ത് ഭഗവാനെ മനസ്സിലാകുന്നത്. ഇന്ദ്രിയാതീതൻ, ഇന്ദ്രിയങ്ങൾക്കും അതീതനാണ്. നമ്മളുടെ സാധാരണ ഭൗതിക ഇന്ദ്രിയങ്ങൾക്കും അതീതനാണ് ആര്? ഭഗവാൻ. നമ്മുടെ കണ്ണുകൾക്കോ കാതുകൾക്കോ മറ്റിന്ദ്രിയങ്ങൾക്കോ നേരിട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത അസ്തിത്വമാണ് എന്ത്? ഭഗവാന്റേത്. അപ്പം എന്ത് വേണം? അതിന് ജ്ഞാനം വേണം, ഭക്തി വേണം. ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ പലരും ഭഗവാനെ പരിഹസിക്കാറുണ്ട്. അപ്പം അതിന് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ കുന്തി ദേവിയും ഇവിടെ സ്ഥിരീകരിക്കുന്നു. എന്താണ്? ഭഗവാന്റെ പരമാധികാരത്തെ ധിക്കരിക്കുന്നവരെയാണെന്ത് അസുരന്മാരെന്ന് വിളിക്കുന്നത്. ഭഗവാൻ രാമനായോ നരസിംഹമായോ വരാഹമായോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം രൂപമായിട്ടുള്ള കൃഷ്ണനായോ അവതരിക്കുമ്പോൾ പോലും എന്ത് പലർക്കും മനസ്സിലാവില്ല. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവതരിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് അസാധ്യമായ പല അത്ഭുത പ്രവൃത്തികളും അവിടുന്ന് ചെയ്യുന്നു. എങ്കിലും ആർക്കും മനസ്സിലാകില്ല. അപ്പം നമുക്ക് അധികാരികളുണ്ട്. വ്യാസദേവൻ, നാരദര്, മധ്വാചാര്യര്, ശങ്കരാചാര്യര്, രാമാനുജാചാര്യര്, ചൈതന്യ മഹാപ്രഭു തുടങ്ങിയ മഹാത്മാക്കൾ ഭഗവാനെ പരമപുരുഷനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും അസുര സ്വഭാവമുള്ള ചിലര് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഇതിനെന്താണ് കാരണം? അവരുടെ അറിവില്ലായ്മയും മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങൾ മൂലമുള്ള കർമ്മദോഷവും കൊണ്ടാണ്. ഇപ്പം ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാരെ പോലെ മെഷീൻ കൊണ്ടും അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയും മാത്രം ഈ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് എന്താണ്? ഭഗവാനെ മനസ്സിലാവുകയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങൾക്കും അതീതനായതിനാല് ആണെന്ന് പറയുന്നത് അധോക്ഷജൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾക്കും അതീതരായവരെയാണ് അധോക്ഷജൻ എന്ന് വിളിക്കുന്നത്. ശ്ലോകത്തില് അധോക്ഷജൻ എന്നൊരു വാക്കുണ്ട്. സാധാരണക്കാർക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഇടങ്ങളാണെന്ത്? നാമജപവും ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ. അവിടെ പോയി പ്രണമിക്കുന്നത്, സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു ഭക്തൻ ധ്യാനിക്കുന്നത് പോലെ തന്നെ ഫലപ്രദമാണ് എന്ന് പറയുന്നു. ഒരു കഥ പറഞ്ഞുതരാം. ഒരു
എന്തുകൊണ്ട് പലർക്കും മനസ്സിലാകുന്നില്ല അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ. ഒരു ചെറുപ്പം മുതൽ ഒരു വ്യക്തി, ജനിച്ച കാലം മുതൽ ഒരു വ്യക്തി ഒരു ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ മാത്രം കഴിഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ജനിച്ചത് മുതൽ എവിടെയാണ്? ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ. അപ്പം ഒരു ദിവസം അദ്ദേഹത്തിന് ഈ ഗുഹയ്ക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശത്തെക്കുറിച്ചോ ഒന്നും അറിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സഞ്ചാരി ആ ഗുഹയിലെത്തുകയും പുറത്തുദിച്ചു നിൽക്കുന്ന സൂര്യനെ കുറിച്ച് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ആലോചിച്ച് നോക്കിയേ, വിശ്വസിക്കുമോ? ഇല്ല. സൂര്യനോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് കളിയായിക്കൊണ്ട് പറഞ്ഞു, സൂര്യനോ? അങ്ങനെയൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ കൈകൾ കൊണ്ട് അതിനെ തൊടാൻ കഴിയുന്നില്ല. എൻ്റെ ചെറിയ വിളക്ക് കൊണ്ട് അതിനെ കാണാനും കഴിയുന്നില്ല. അങ്ങനെ ആ ഗുഹാവാസി അദ്ദേഹത്തോട് തർക്കിച്ചു. സഞ്ചാരി എന്താണ് പറഞ്ഞത്? സുഹൃത്തെ, നിന്റെ കയ്യിലുള്ള വിളക്കിൻ്റെ വെളിച്ചം കൊണ്ട് സൂര്യനെ കാണാൻ കഴിയില്ല. സൂര്യനെ കാണണമെങ്കിൽ നീ എന്ത് വേണം? ഗുഹയ്ക്ക് പുറത്ത് വരണം. അകത്തിരുന്നാൽ കാണാൻ പറ്റൂല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഗുഹയ്ക്ക് പുറത്ത് വരണം. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നവനാണ്. അവൻ ഉദിക്കുന്ന സമയത്ത് അവനെ കാണാൻ നിനക്ക് വേറെ വെളിച്ചം വേണ്ട. അപ്പം ഈ കഥയിലെ ഗുഹാവാസിയെ പോലെയാണ് ഇന്ദ്രിയാനുഭവങ്ങളിലും മാത്രം വിശ്വസിക്കുന്നവര്. നമ്മുടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പരിമിതമായ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ ആ ചെറിയ വിളക്കാകുന്ന പരിമിതമായ ബുദ്ധി കൊണ്ട് അനന്തമായിട്ടുള്ള ദൈവത്തെ അളക്കാൻ കഴിയില്ല. ഭക്തിയിലൂടെ മാത്രമേ സാധിക്കൂ. ഭക്തിയിലൂടെ ആ മായയാകുന്ന ഗുഹയ്ക്ക് പുറത്തു വന്നാൽ മാത്രമേ ആ സൂര്യനെ പോലെ വിളങ്ങുന്ന, സ്വയം പ്രകാശിക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വേഷം കെട്ടിയ നടനെ തിരിച്ചറിയാൻ നാടകത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് സാധിക്കും. നാടകം എഴുതിയ ആൾക്കും ഒക്കെ കൂടെ അഭിനയിക്കുന്നവർക്കും എന്ത് സാധിക്കും? ആ വേഷം കെട്ടിയ നടൻ ഇന്നാളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ ഭക്തിയുള്ളവർക്ക് മാത്രമേ എന്ത് സാധിക്കൂ? ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ശ്ലോകത്തിൽ 20ാമത്തെ ശ്ലോകം, 3ാമത്തെ ശ്ലോകം അല്ലേ? തദാ പരമഹംസനം മുനീനം മമലാത്മന ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാ. ഭൗതിക വസ്തുക്കളും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നവരും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവരുമായ ജ്ഞാനികളുടെയും ഭക്തരുടെയും ഹൃദയത്തിലേക്ക് ഭക്തിയോഗമെന്ന ദിവ്യശാസ്ത്രത്തെ പകർന്നു നൽകാനാണ് അവിടുന്ന് അവതരിക്കുന്നത്. കുന്തിദേവി ഭഗവാന്റെ മഹിമകള്, ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താണ്? ഭൗതിക വസ്തുക്കളും ആത്മീയതയും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നവരും. എന്താണ്? നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ശരീരമല്ല, നമ്മൾ ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാക്കളാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഹൃദയത്തോടു കൂടിയവരുമായ ആരാണ്? ജ്ഞാനികളുടെയും ഭക്തരുടെയും ഹൃദയത്തിലേക്ക് എന്ത് നൽകാനാണ്? ഭക്തിയോഗമെന്ന ദിവ്യശാസ്ത്രം. ഭക്തിയോഗം, ഭക്തി അത്രമാത്രം എന്താണ്? അതിനെ ഉയർത്തിക്കാട്ടുകയാണ് ഭക്തിയെ കുന്തിദേവി ഇവിടെ. ആ ദിവ്യശാസ്ത്രത്തെ, ഏറ്റവും വലിയ ശാസ്ത്രമാണിത് ഭക്തിയോഗം. അതിനെ പകർന്നു നൽകാനാണ് ആര്? അവിടുന്ന് അവതരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് പറയുന്നത്? കഥം പശ്യേമ സ്ത്രീയ, കഥം പശ്യേമ സ്ത്രീയ, പശ്യേമഹി സ്ത്രീയ, കഥം പശ്യേമഹി സ്ത്രീയ. അങ്ങനെയെങ്കിൽ അറിവ് കുറഞ്ഞവരായ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് അവിടുത്തെ എങ്ങനെ പൂർണ്ണമായി അറിയാൻ കഴിയും? എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കുകയാണ്, ആ പരിമിതി അംഗീകരിക്കുകയാണ് കുന്തിദേവി അവിടെ. സ്ത്രീകളുടെ പരിമിതി. ഏറ്റവും വലിയ ദാർശനികർക്ക് പോലും ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശനമില്ല. കാരണം പരമസത്യമായ ഭഗവാൻ വലിയ ചിന്തകരുടെയും ചിന്താശക്തിക്കും അപ്പുറമാണെന്നത് ഉപനിഷത്തുകൾ പറയുന്നു.
അപ്പം ആ വലിയ അറിവുണ്ടായത് കൊണ്ടോ ബുദ്ധിവൈഭവം കൊണ്ടോ ഭഗവാനെ അറിയാൻ കഴിയില്ല. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന പുസ്തകം വായിച്ചിട്ട് ഭഗവാനെ അറിയാൻ കഴിയില്ല. അതെന്താണ്? നശ്വരമാണ് അതെല്ലാം. ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്നവർക്ക് മാത്രമേ ആ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഭഗവാനെ കുറിച്ച് വർഷങ്ങളോളം ആൾക്കാർ ചിന്തിച്ചാലും ഭഗവാൻ അവർക്കൊക്കെ അജ്ഞനായി തന്നെ തുടരും. കുന്തിദേവി ഇവിടെ പറയാണ്, ഒരു സാധാരണ സ്ത്രീയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കുന്തിദേവി ആ വസ്തുത ഇവിടെ ശരിവെക്കുകയാണ്. എന്താണ്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ തർക്കിക്കാനും എടുക്കാനും ഒന്നും പോകലില്ല. എന്തു പറയുന്നുവോ അത് അവരങ്ങ് അംഗീകരിക്കും. അല്ലേ? ആ തർക്കിക്കാനോ ചിന്തിക്കാനോ പോകാറില്ല. പകരം ഭഗവാന്റെ സർവശക്തിയിലും പരമാധികാരത്തിലും അവര് ഉടൻ വിശ്വസിക്കുകയും പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനെ പ്രണമിക്കുകയും ചെയ്യും. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ദാർശനികരോട് മാത്രമല്ല ഭഗവാൻ കാരുണ്യം താല്പര്യം കാണിക്കുന്നത്. അദ്ദേഹം ഭാവം ഗ്രാഹി ജനാർദ്ദന, അദ്ദേഹം നമ്മുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഭാവം അതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഏത് മതപരമായിട്ടുള്ള ചടങ്ങുകളിലും സ്ത്രീകൾ വലിയ സംഖ്യയിൽ പങ്കെടുക്കുന്നത്. കണ്ടിട്ടില്ലേ? അവർക്ക് അത്രയും വിശ്വാസമാണ് ഭഗവാനെ. ഭഗവാന്റെ അധികാരം ലളിതമായിട്ട് സ്വീകരിക്കുന്ന രീതി എന്താണ്? ആത്മാർത്ഥതയില്ലാത്ത ആചാരങ്ങളെക്കാൾ പ്രധാനമാണ്, ഫലപ്രദമാണ്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഭഗവാന്റെ അധികാരം ലളിതമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തി, ഭക്തിയിലൂടെ ഭഗവാനാണ് ദേവാദിദേവൻ, സർവേശ്വരൻ, ലോകേശ്വരൻ എന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി, ആ ഒരു രീതി എന്തിനേക്കാട്ടി വലുതാണ്? ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്ന ആചാരങ്ങളെക്കാട്ടിലും ഫലപ്രദമാണ്. ഇതിനോട് ബന്ധിപ്പിക്കുന്ന ഒരു കഥ, ഒരു പണ്ഡിതനും ഒരു തോണിക്കാരനും, ഒരു ഭക്തിയുടെ ലാളിത്യവും അല്ലെങ്കിൽ ഒരു ബുദ്ധിയുണ്ട് എന്ന് അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ഒരു തോണിയിൽ, ഒരു പുഴയുടെ അപ്പുറം കടക്കാൻ വേണ്ടി എന്ത് വേണം? തോണി വേണം. ആ തോണിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം വലിയ അഹങ്കരിച്ചാണ് നടക്കുന്നത്, വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. യാത്രക്കിടയിൽ തൻ്റെ അറിവിൽ അഹങ്കരിച്ചിട്ട് പണ്ഡിതൻ ആ തോണിക്കാരനോട് ചോദിക്കും, ആ തുഴ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന തോണിക്കാരനോട് ചോദിക്കും, നിനക്ക് ശാസ്ത്രങ്ങൾ അറിയാമോ? തോണിക്കാരൻ എന്താണ്? വിനയത്തോടുകൂടി പറയും, ഇല്ല സ്വാമി, എനിക്ക് തോണി തുഴയാൻ മാത്രമേ അറിയൂ. പുള്ളി പറയും, കഷ്ടം, നിന്റെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടമായി, കാൽഭാവം വെറുതെയായി. പണ്ഡിതൻ പരിഹസിച്ചുകൊണ്ട് പറയും. അയാൾ വീണ്ടും ചോദിക്കും, നിനക്ക് വ്യാകരണം അറിയാമോ? ജ്യോതിഷം അറിയാമോ? തോണിക്കാരൻ വീണ്ടും പറയും, എൻ്റെ പൊന്നു സ്വാമിജി, എനിക്കിതൊന്നും അറിയുകയില്ല. അപ്പോഴും ഈ പണ്ഡിതൻ കളിയാക്കിക്കൊണ്ട് പറയും, എന്താണ് പറയുന്നത്? നിന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും പാഴായി പോയിരിക്കുന്നു. അതേ സമയം തന്നെയാണ് ആ പുഴയിൽ ഒരു ചുഴി രൂപപ്പെടുന്നത്. തോണി മറിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. തോണിക്കാരൻ ആ പണ്ഡിതനോട് ചോദിക്കും, സ്വാമി, അങ്ങേക്ക് നീന്താൻ അറിയാമോ? പണ്ഡിതൻ പേടിയോടുകൂടി പറയുന്നത്, ഇല്ല, എനിക്ക് നീന്താൻ അറിയുകയില്ല. തോണിക്കാരൻ എന്ത് പറയും? എങ്കിൽ അങ്ങയുടെ മുഴുവൻ ജീവിതവും പോയി, അങ്ങയുടെ മുഴുവൻ ജീവിതവും ഇപ്പോൾ പാഴാകാൻ പോവുകയാണ്. എനിക്ക് ശാസ്ത്രങ്ങൾ അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് പുഴയുടെ അപ്പുറത്ത് കിടക്കാനുള്ള ശാസ്ത്രം അറിയാം, എനിക്ക് നീന്താൻ അറിയാം. ഇതാണ് ഈ പണ്ഡിതനെ പോലെയാണ് വലിയ ദാർശനികർ. അവർക്ക് ഒരുപാട് സിദ്ധാന്തങ്ങൾ അറിയാമായിരിക്കും, പക്ഷേ ഭക്തിയാകുന്ന നീന്തൽ അറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക്
ജനന മരണങ്ങളാകുന്ന ഈ സംസാര സാഗരം നീന്തിക്കിടക്കാൻ കഴിയുകയില്ല. അതാണ് ഭക്തിയോഗത്തിന്റെ പ്രത്യേകത. അതാണ് കുന്തിദേവി നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ഭക്തിയാകുന്ന എന്താണ് ഭക്തിയാകുന്ന നീന്തൽ അറിയില്ല എങ്കിൽ ജനന മരണം പുനരഭിജനനം പുനരഭിമരണം ഈ ജനന മരണ ചക്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ സംസാര സാഗരം ഭൂമിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ആ ഭക്തിയാകുന്ന നീന്തൽ അറിഞ്ഞിരിക്കണം. എന്നാൽ ആ തോണിക്കാരനെ പോലെ അല്ലെങ്കിൽ കുന്തിദേവി പരാമർശിക്കുന്ന ലളിത മനസ്കരായിട്ടുള്ള സ്ത്രീകളെ പോലെയോ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് തർക്കങ്ങൾ അറിയില്ലെങ്കിലും ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഈ കടല് എളുപ്പത്തിൽ കടക്കുന്നു. ഏത് ജനന മരണ ചക്രങ്ങൾക്കും അതീതമായിട്ട്. ബ്രഹ്മലോകം വരെ പോയാലും തിരിച്ചു ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വരും. ആ ബ്രഹ്മഭുവനാർലോക പുനരാവർത്തനം അർജുന. ബ്രഹ്മലോകത്തിൽ പോയാലും വീണ്ടും ജനിക്കേണ്ടി വരും അർജുന എന്ന് ഭഗവാൻ പറയുന്നത് പോലെ. അപ്പം ഭൗതികമായിട്ടുള്ള സമ്പത്ത് കൊണ്ടോ പദവി കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്തവനാണ് ആര്? ഭഗവാൻ. എന്നാൽ തൻ്റെ ഭക്തരോടുള്ള അതിരറ്റ കാരുണ്യം കാരണം ഭഗവാൻ എന്താണ് വീണ്ടും വീണ്ടും അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. കുന്തിദേവിയുടെ കാഴ്ചപ്പാടില് മറ്റുള്ള അവതാരങ്ങളെക്കാട്ടിലെല്ലാം ശ്രേഷ്ഠമാണ് എന്ത്? ഈ ഒരു കൃഷ്ണന്റെ അവതാരം. ഭഗവാൻ സ്വയം വരികയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എന്തുകൊണ്ടാണ് പറയുന്നത്? ഏവർക്കും പ്രാപ്യനാണ്, ഏവർക്കും അടുത്തു ചെല്ലാനാൻ പറ്റുന്ന രൂപമാണ്. ഭഗവാൻ രാമനായി അവതരിച്ച സമയത്ത് ഒരു രാജകുമാരന്റെ രാജാവിന്റെ ചുറ്റുവട്ടങ്ങളിലായിരുന്നു. എന്നാൽ കൃഷ്ണൻ രാജവംശത്തിൽ ജനിച്ചിട്ടും ജനിച്ച ഉടനെ തന്നെ എവിടെയാണ്? തൻ്റെ മാതാപിതാക്കളെ വിട്ട് അമ്പാടിയിലേക്ക് പോയി. നന്ദഗോപരുടെയും യശോദാമയുടെയും അടുത്തേക്ക് പോയിട്ട് ഒരു സാധാരണ ഇടയബാലനായി വളരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ലളിതമായിട്ടുള്ള ഭാവം ഭഗവാനെ ഭക്തർക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനാക്കുന്നു. ഇവിടെ വസുദേവരുടെയും ദേവകിയുടെയും മകനായതുകൊണ്ട് എന്താണ് കുന്തിദേവിക്ക് ഭഗവാനെ സ്വന്തം അനന്തരവനായിട്ട് കാണാൻ കഴിഞ്ഞു. എന്നാൽ നന്ദഗോപരും യശോദയും അതിനേക്കാട്ടിൽ എന്താണ് ഭാഗ്യവാന്മാരാണ്. യശോദാമയും ഭഗവാന്റെ ബാല്യലീലകൾക്ക് അവർക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. സ്വന്തം മകനായിട്ട് ലാളിക്കാനും അവർക്ക് സാധിച്ചു. അപ്പം ഈ ലീലകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ നിത്യധാമമായിട്ടുള്ള ഗോലോകത്തിന്റെ ഒരു പ്രതിഫലനമാണ്. എന്താണോ ഗോലോകത്തിൽ നടക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഭൂമിയിലുള്ള വൃന്ദാവനത്തിലും അരങ്ങേറുന്നത്. ഏറ്റവും വലിയ ഭക്തരാരാണ്? രാധാറാണി. അത് കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ ഭക്തി. വൃന്ദാവനത്തിലെ ഗോപികമാരും ഇടയന്മാരും ഇടയബാലന്മാരും തങ്ങളുടെ സർവസ്വവും എന്താണ്? കൃഷ്ണനായി സമർപ്പിച്ചു. എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. അതാണ് ഭക്തി. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വൃന്ദാവന നിവാസികളെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവരായിട്ട് വിശേഷിപ്പിച്ചത്. അപ്പം ഭക്തരെ അത്ര മാത്രം കാരുണ്യമാണ് ആർക്ക്? ഭഗവാൻ നൽകുന്നത്. യശോദാമ ഉരലിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഓടിക്കുന്ന സമയത്ത് ഇത് ഈ 2 അങ്കുലങ്ങൾ കയറെടുക്കുന്ന സമയത്ത് 2 അങ്കുലം കുറവാണ് ആ ഉരലിൽ കെട്ടാൻ വേണ്ടിയിട്ട് കയറിന്. ഭഗവാനെ വിളിക്കുന്ന സമയത്ത് ഭഗവാൻ അതിന് നിന്ന് കൊടുക്കുകയും ആ കയറിൻ്റെ ലെങ്ത് കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പം ഭൗതികമായിട്ടുള്ള ശക്തി കൊണ്ടോ ഭഗവാനെ ബന്ധിക്കാൻ കഴിയില്ല. പിന്നെയോ അവിടെ ആ കുറവ് വന്ന 2 വിരൽ അളവ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭക്തന്റെ അചഞ്ചലമായിട്ടുള്ള പരിശ്രമത്തെയും ഭഗവാന്റെ കാരുണ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കുന്തിദേവി പറഞ്ഞതുപോലെ
പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാൻ യശോദാമ്മയുടെ വെറുമൊരു മകനായി പിടികൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ്, കരുണാമയനാണ്. അതുകൊണ്ടാണ് ഗോബ്രാഹ്മണ ഹിതായച്ച, ഭഗവാൻ ബ്രാഹ്മണർക്കും പശുക്കൾക്കും വേണ്ടി നിലകൊള്ളുന്നു, ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുന്നു. നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായച്ച. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ഒരു ദിവസം ഒരു നേരമെങ്കിലും പറയുന്ന ശ്ലോകമാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ പരമപുരുഷനായിട്ടുള്ള കൃഷ്ണന്, വാസുദേവായ വാസുദേവരുടെ പുത്രന്, ദേവകീ നന്ദനായ ദേവകിയുടെ ആനന്ദമായവന്, നന്ദഗോപകുമാരായ നന്ദഗോപരുടെ കുമാരന് മകന്, ഗോവിന്ദായ പശുക്കളുടെയും ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്നവന് നമോ നമ, വീണ്ടും വീണ്ടും എൻ്റെ പ്രണാമങ്ങൾ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. വസുദേവരുടെ പുത്രനും ദേവകിയുടെ ആനന്ദവും നന്ദഗോപരുടെയും വൃന്ദാവനത്തിലെ ഇടയന്മാരുടെയും ഓമനപുത്രനും പശുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പകരുന്നവനുമായ ഭഗവാൻ കൃഷ്ണന് ഞാൻ എൻ്റെ ശ്രദ്ധാർത്ഥമായിട്ടുള്ള പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പം ഇതൊക്കെ എവിടെ വെച്ചാണ് നടക്കുന്നത്? കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഹസ്തിനാപുരത്തിൽ നിന്നും ദ്വാരകയിലേക്ക് ഭഗവാൻ പോകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്. അപ്പം കുന്തിദേവിയുടെ ജീവിതം മുഴുവൻ എന്താണ്? കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ ആപത്ത് ഘട്ടങ്ങളെല്ലാം ആരുണ്ടായിരുന്നു? ഭഗവാനുണ്ടായിരുന്നു. അതിൽ പരം എന്ത് സന്തോഷം! നമ്മൾ നോക്കുന്നവർക്കാണ് ഭൗതികപരമായിട്ട് പാണ്ഡവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ കുന്തിയെ സംബന്ധിച്ചിടത്തോളം, കുന്തി ദേവിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പം ഭഗവാൻ ഒരു രാജാവോ പരമപുരുഷനോ ആയിട്ടല്ല, മറിച്ച് തൻ്റെ തൻ്റെ ഒരു ബന്ധുവായും ആ ഒരു ലളിതമായിട്ടുള്ള ഇടയ ബാലനായും അവതരിച്ചതിനെയാണ് കുന്തി ദേവിയുടെ പുകഴ്ത്തുന്നത്. ആ ഭഗവാൻ തൻ്റെ ആ അപ്രമാദിത്വം, ആ ഐശ്വര്യം മറന്ന് ഭക്തർക്കായി എത്രത്തോളം താഴേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയിട്ടാണ് ഈ ശ്ലോകം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമീപിക്കാൻ വേണ്ടിയിട്ട്, ഭക്തർക്ക് ഏറ്റവും സമീപിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള വ്യക്തിയാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ എന്താണ്? രാമചന്ദ്രമൂർത്തിയായിട്ട് വന്ന സമയത്ത് രാജകുമാരനായിരുന്നു. എന്നാൽ ഭഗവാനായിട്ട് വന്ന സമയത്ത്, കൃഷ്ണനായി വന്ന സമയത്ത് ആർക്കും അപ്രാപ്യനല്ലായിരുന്നു ഭഗവാൻ. അതുകൊണ്ടാണ് ആ വൃന്ദാവനത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഒപ്പമാണ് ഭഗവാൻ വളർന്നത്. ഇവിടെ കുന്തിദേവി ഒരു വാത്സല്യത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ വിളിക്കുന്നത്. ഭഗവാനെ എന്താണ് വിളിക്കുന്നത്? വസുദേവന്റെ മകൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ബന്ധു, തൻ്റെ അനന്തരവൻ എന്ന സ്നേഹത്തോടെ. അതാണ് അതിൻ്റെ ഇന്നർ മീനിങ് മനസ്സിലാക്കണം നമ്മൾ. ആ ഒരു രീതിയിലാണെന്ത് വസുദേവന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് അനന്തരവനായത് കൊണ്ടാണ്. ആ ഒരു സ്നേഹം കൊണ്ടാണ്. അതുപോലെയാണ് നന്ദഗോപന്റെയും യശോദയുടെയും പുത്രനായി മാറിയതിലൂടെ ഭഗവാൻ അവരുടെ സ്നേഹത്തിന്, ഏതൊരാളുടെയും ഭക്തിക്ക്, സ്നേഹത്തിന് കീഴ്പ്പെടുമെന്ന് കൂടി തെളിയിക്കുകയാണ്. ഗോവിന്ദൻ എന്ന നാമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പശുക്കളെയും
ബ്രാഹ്മണരെയും സംരക്ഷിക്കുന്നവനാണ് കൃഷ്ണൻ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടുകൂടി ബ്രാഹ്മണൻ. അയാളുടെ ഭക്തർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ആർക്കുമാകാം ബ്രാഹ്മണർ. അതിനെ സത്വഗുണത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്കെല്ലാവർക്കും സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു പാണ്ഡിത്യമുള്ള വ്യക്തിയെക്കാട്ടിൽ ആർക്കാണ്? ഭക്തിയുള്ള വ്യക്തിയോടാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. ഏറ്റവും ഉദാഹരണമല്ലേ പാണ്ഡവര്? അവരാരായിരുന്നു? ക്ഷത്രിയരായിരുന്നു. ഒരു സമൂഹത്തിന്റെ ഐശ്വര്യം എന്താണ്? പശു സംരക്ഷണത്തിലും ആത്മീയ സംസ്കാരത്തിലുമാണ് എന്ന് ഗോവിന്ദ എന്ന പദം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭക്തരുടെ ഭാഗ്യമാണ് എന്തുകൊണ്ട്? മറ്റു ഏതൊരു അവതാരത്തെക്കാട്ടിലും കൃഷ്ണാവതാരത്തിലാണ് ഭഗവാൻ തൻ്റെ ഭക്തരുമായിട്ട് അങ്ങേയറ്റം ലളിതമായിട്ടുള്ള രീതിയിൽ ഇടപഴകിയത്. അപ്പം ഈ ഒരു ലളിതവും മനോഹരവുമായിട്ടുള്ള ആ ഒരു ഭാവത്തെയാണ് ആ കുന്തി ദേവി ഇവിടെ വണങ്ങുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ അജയ്യനാണ് എങ്കിലും ഇപ്പം നമുക്കൊരു ആനയുടെ നെറ്റിയിൽ തൊടണമെങ്കിൽ ആന താഴ്ന്നു തരണം, അല്ലേ? അപ്പോഴും നമുക്ക് നെറ്റിയിൽ തൊടാൻ പറ്റും. അതുപോലെയാണ് ഭഗവാൻ അജയ്യനാണെങ്കിലും ഭക്തിക്കും സ്നേഹത്തിനും മുൻപിൽ അദ്ദേഹം എന്താണ്? ഒരു ചെറിയ കുട്ടിയെ പോലെ വഴങ്ങിക്കൊടുക്കുന്നു. അപ്പൊ ഇതിനെയാണ് കുന്തി ദേവി ഇവിടെ സ്തുതിക്കുന്നത്. അടുത്ത ശ്ലോകം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ചൊല്ലുന്നതാണ്, അല്ലേ? നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രേ നമ പങ്കജനാഭായ. കൂടെ ചൊല്ലിക്കും. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രേ. താമരപ്പൂവിൻ്റേത് പോലുള്ള അടയാളം ഉദരത്തിലുള്ളവനും, അല്ലെ? നമ പങ്കജനാഭായ, താമര മാലകളാൽ എപ്പോഴും അലങ്കൃതനായവനും. നമ പങ്കജമാലിനെ, താമരപ്പൂ പോലെ കുളിർമയേകിക്കൊണ്ട് കടാക്ഷിക്കുന്നവനും. നമ പങ്കജനേത്രായ, താമരപ്പൂവിന്റെ അടയാളങ്ങൾ മുദ്രിതമായ പാദങ്ങളോട് കൂടിയവനുമായ അങ്ങേക്ക് എൻ്റെ സന്തോഷമുള്ള പ്രണാമങ്ങൾ. ഇതാണ് സവിശേഷതകൾ. പത്മത്തെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് താമരയുമായിട്ട്. പങ്കജനാഭായ നമ പങ്കജനാഭായ. നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാന്റെ നാഭിയിൽ നിന്നാണെന്ത് ഉയർന്നു വന്ന താമരപ്പൂവിൽ നിന്നാണ് ആര് വരുന്നത്? ബ്രഹ്മാവ് ജനിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ നാഭിയെ താമരപ്പൂവുമായിട്ട് പറയുകയാണ്. താമരപ്പൂ പോലുള്ള നാഭിയുള്ളവൻ. പങ്കജമാലിനെ, ഭഗവാൻ എപ്പോഴും വാടാത്ത താമരപ്പൂകൾ കൊണ്ട് മാലകൾ ധരിക്കുന്നു. അപ്പൊ ഇതെന്താണ്? അദ്ദേഹത്തിന്റെ നിത്യമായ പരിശുദ്ധിയെയും ഐശ്വര്യത്തെയുമാണിത് സൂചിപ്പിക്കുന്നത്. പങ്കജനേത്രായ, ഭഗവാന്റെ കണ്ണുകൾ വിടർന്ന താമര ഇതളുകൾ പോലെയാണ്. ഒന്ന് മനസ്സിലെന്നോർത്ത ഇത്രയും കാര്യങ്ങൾ. ഭൗതിക താപങ്ങളാൽ ഉരുകുന്ന ഭക്തർക്ക്, ഈ ഭൗതിക ജന്മ മരണചക്രം, അല്ലെ, ജന്മമൃത്യു ജരാവ്യാധി, ഇതിലെല്ലാം ഉരുകുന്ന ഭക്തർക്ക് ആ നോട്ടം താമരപ്പൂവിന്റെ കുളിർമ നൽകുന്നു. എത്ര സങ്കടമുണ്ടെങ്കിലും ഭഗവാന്റെ മുന്നിൽ ചെന്ന് ഭഗവാനെ കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ മറക്കുന്നു. പങ്കജാഗ്രേ നമ പങ്കജാഗ്രേ, ഭഗവാന്റെ പാദങ്ങളില് താമരപ്പൂവ്, ശംഖ്, ചക്രം തുടങ്ങിയ വിശേഷ ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പാദകമലങ്ങളെയാണ് ഭക്തര് അഭയം പ്രാപിക്കുന്നത്. ആ ഭഗവാന്റെ ഭൗതികമല്ലാത്ത രൂപത്തെയും സൗന്ദര്യത്തെയും കുന്തിദേവി എത്രത്തോളം ഭക്തിയോടെയാണ് ദർശിച്ചിരിക്കുന്നതെന്ന് ഈ വരികള് വ്യക്തമാക്കി തരും. നമ്മളും അതേപോലെ തന്നെ വേണമെന്ന് ആ ഭഗവാനെയും നോക്കാൻ വേണ്ടിയിട്ട്. ഒരു സാധാരണ മനുഷ്യനാണ് എങ്കിൽ ഇത്രത്തോളം അടയാളങ്ങൾ ഉണ്ടാവുമോ? ഇല്ല. പങ്കജനാഭൻ,
ഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഗർഭോദകശായിയായി വിഷ്ണുവായി പ്രവേശിക്കുന്നു. ആ സമയത്ത് അവിടുന്ന് നാഭിയിൽ നിന്നും നടുവിൽ നിന്നും ഒരു താമര വരികയും അതിൽ ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എന്ത് പങ്കജനാഭൻ എന്ന് ഭഗവാനെ പറയുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഭഗവാനെ എങ്ങനെ ആരാധിക്കണം. എങ്ങനെയാണ്? പാദങ്ങളിൽ നിന്ന് ആരാധിക്കണം. ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ആ ഒരു ക്രമം പാലിക്കണം. ആദ്യം ഭഗവാന്റെ പാദകമലങ്ങൾ, ലോട്ടസ് ഫീറ്റ് നോക്കണം. പിന്നെ ക്രമേണ തുടകൾ, അരക്കെട്ട്, നെഞ്ച് എന്നിവ കണ്ട് അവസാനം മാത്രം എന്ത് വേണം? മുഖാരവിന്ദം ദർശിക്കണം. പെട്ടെന്ന് ഭഗവാന്റെ മുഖത്തേക്ക് ദർശിക്കരുത്. പാദസേവയിലൂടെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത ശേഷം വേണമെന്ത്? ആ ഭഗവാന്റെ മുഖം ദർശിക്കാവൂ. കുന്തിദേവിയുടെ സവിശേഷമായ ഭക്തി എന്ന് പറയുന്നത് ആ ഭഗവാന്റെ അമ്മായിയാണ്. അവരെന്താണ് നേരത്തെ പറഞ്ഞത്? അവര് ഒരു സ്ത്രീ അമ്മായിയാണെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അയോഗ്യയാണ് എന്ന് അവര് വിനീതയായിട്ട് പറയുകയാണ്. നമുക്കത്രയും വിനീത ഉണ്ടാവും? അത്രയും ഒരു താഴ്മയോടുകൂടി നമ്മൾ ആരെങ്കിലും പറയുന്നില്ല. പക്ഷേ സാധാരണ ക്രമത്തിൽ നിന്നും വിപരീതമായിട്ട് കുന്തിദേവി ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് നല്ല ദർശനം തുടങ്ങി. പിന്നെയോ അവർക്കതിനുള്ള അധികാരം ഉണ്ടായിരുന്നു കുന്തിദേവിക്ക്, അല്ലേ? മരുമകനാണ്. പിന്നെയോ ഭക്തയാണ്. ഭക്തിക്ക് അവിടെ യാതൊരുവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. അത് ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധം. ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ ആർക്കും അപ്രാപ്യനല്ല. നമ്മൾ ഏതവസ്ഥയിലാണ് എങ്കിലും ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാപിച്ചാൽ ഭഗവാൻ നമുക്ക് ദർശനം നമുക്ക് തരും. നമ്മുടെ സകല എല്ലാവിധ പ്രശ്നങ്ങളും നമ്മുടെ ഇല്ലാതാകും. അതാണ് ഭഗവാന്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം എന്ന് പറയുന്നത്. സുധാമാവിന്റെ കഥ നമുക്കെല്ലാം അറിയാം. ഒരു പിടി അവലുമായിട്ട് ചെന്ന സമയത്ത് എല്ലാം നൽകി ഭഗവാൻ. ആ സുധാമാവിന് എന്താണോ വേണ്ടത് അതെല്ലാം കനിഞ്ഞ് നൽകി, ചോദിക്കാതെ തന്നെ. ആ അവൽ പൊതി അയച്ച് ആ അവൽ വരെ സാധാരണ മനുഷ്യൻ കൊണ്ടുവന്നതാണ്. എന്തുകൊണ്ടാണ്? അതാണ് ഭക്തിയുടെ മേന്മ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയെന്ന് പറയുന്നത് അരക്കില്ലത്തിൻ്റെ കഥ. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. കുന്തിദേവിയെയും മക്കളെയും എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അവസാനമാണെന്ത്? ആ അരക്കില്ലത്തിൽ ദഹനം നടക്കുന്ന സമയത്ത് പാണ്ഡവരെ വധിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനനും ശകുനിയും ചേർന്ന് വാരണാവതത്തില് തീയിടുന്നത്. ഇവിടെ പെട്ടെന്ന് തീ പിടിക്കുന്ന അരക്കുകൊണ്ട് പണിഞ്ഞ കൊട്ടാരത്തില്. എന്നാൽ ഭഗവാന്റെ കൃപയാൽ വിതുരന് വഴി പാണ്ഡവർക്ക് ഈ ചതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ ഭീമന്റെ കരുത്തുകൊണ്ടും കൃഷ്ണൻ നൽകിയ ബുദ്ധി ഉപദേശം കൊണ്ടും അവർക്ക് ആ കൊട്ടാരത്തിനടിയിൽ ഒരു തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു. ആ കൊട്ടാരത്തിൽ തീ പിടിച്ച സമയത്ത് ആ കത്തുന്ന തീയിൽ നിന്നും പുകയിൽ നിന്നും ഭഗവാന്റെ അദൃശ്യമായിട്ടുള്ള സംരക്ഷണത്താല് കുന്തിദേവിക്കും ആ 5 മക്കൾക്കും സുരക്ഷിതമായിട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് സാധിച്ചു. തങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയാണ്? ഒരുപാട് 100 കണക്കിന് കെണികളാണ് അവരൊരുക്കിയിരുന്നത്, കൗരവരൊരുക്കിയിരുന്നത്. ആ കെണികളിൽ നിന്നെല്ലാം ഭഗവാൻ രക്ഷിക്കാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കുന്തിദേവി ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുന്തിദേവി ഈ വാക്കിലൂടെ നമ്മളെ നൽകുന്ന സന്ദേശം എന്താണ്? നാം ഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ചാൽ ജീവിതത്തിലെ എത്ര വലിയ അഗ്നിപരീക്ഷകളിൽ നിന്നും അവൻ നമ്മെ കരകയറ്റും. ഇതിന്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത് ഭക്തന്റെ നിസ്സഹായാവസ്ഥ എന്ന് പറയാറുണ്ട് പലരും. ഭഗവാൻ ഒരുപാട് കഷ്ടതകൾ തരാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഭഗവാന്റെ നിസ്സഹായാവസ്ഥയിലും ഭക്തന്റെ നിസ്സഹായാവസ്ഥയിലും ഭഗവാന്റെ കരുണയും
ദേവകിയും കുന്തിയും ഒരേപോലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ് അല്ലേ? ദേവകി മാതായും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്, കുന്തി ദേവിയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദേവകിയുടെ 6 പുത്രന്മാരെ കംസൻ വധിക്കുന്നത് ഭഗവാൻ തടഞ്ഞില്ല. അതേസമയം കുന്തി ദേവിയുടെ മക്കളെ, പാണ്ഡവരെ ഓരോ അപകടത്തിൽ നിന്നും ഭഗവാൻ നേരിട്ട് രക്ഷിച്ചു. ഇതൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ദേവകിയുടെ 6 മക്കളെയും കംസൻ കൊല്ലുന്ന സമയത്ത് ഭഗവാനൊന്നും ചെയ്തില്ല. പക്ഷേ കുന്തി ദേവിയുടെ 5 പുത്രന്മാരെയും ഭഗവാൻ നേരിട്ട് വന്ന് സംരക്ഷണം ഒരുക്കി. എന്തുകൊണ്ടാണിത്? ഇതിന്റെ രഹസ്യം എന്താണ്? ആശ്രയം. ദേവകിക്ക് ആരുണ്ടായിരുന്നു? ഭർത്താവായ വസുദേവരുടെ തുണയുണ്ടായിരുന്നു. എന്നാൽ കുന്തി ദേവി ഒരു വിധവയായിരുന്നു. അവിടെ ഭഗവാന്റെ കാര്യമില്ല. പാണ്ഡവർക്ക് കൃഷ്ണനല്ലാതെ വേറെ ഒരു രക്ഷകനില്ലായിരുന്നു, മറ്റൊരു രക്ഷകനുമില്ലായിരുന്നു. നമ്മളും അതേപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, നമുക്കും ആരുമില്ല രക്ഷകൻ, ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെ നിന്നാൽ ഭഗവാൻ ഏത് കാര്യത്തിനും കൂടെ ഉണ്ടാകും. ഭക്തർ എത്രത്തോളം അപകടത്തിലാണോ അത്രത്തോളം കാരുണ്യം ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു. ചില സമയങ്ങളിൽ ഭഗവാന്റെ ലീലയുമായിട്ട് ബന്ധപ്പെട്ട് ചിലർ ബുദ്ധിമുട്ടുമ്പോൾ ഭഗവാൻ ഇത് കണ്ടു ചിരിച്ചിട്ട് പറയാം, പോട്ടെ കുറച്ചുകൂടെ പോട്ടെന്ന് വിചാരിക്കും. എന്തുകൊണ്ടാ? തന്നോടുള്ള പ്രേമം അവർക്ക് കൂടാൻ വേണ്ടിയിട്ട്, ആ അനുരാഗം വർദ്ധിപ്പിക്കാൻ ഭഗവാൻ ചിലപ്പോഴൊക്കെ ഭക്തർക്ക് ചില കഠിനമായ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ആര് നമുക്ക് എന്ത് തന്നാലും നമ്മൾ ചിന്തിക്കുക, ഇത് ഭഗവാൻ തരുന്ന അറേഞ്ച്മെന്റ് ആണ്, ഇത് ഞാൻ ചിരിച്ചുകൊണ്ട് ഇത് ഞാൻ എതിരിടും. കാരണം എന്താ? മറ്റാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ നാം ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഭഗവാന്റെ. ആ പൂർണ്ണമായിട്ടുള്ള ശരണാഗതിയാണ് യഥാർത്ഥമായിട്ടുള്ള വിജയം. അതുകൊണ്ടാണ് അർജുനനോട് ഭഗവാൻ എല്ലാ കാര്യത്തെയും കുറിച്ചും പറയില്ലേ, ജ്ഞാനയോഗം, യോഗം, കർമ്മയോഗം എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞിട്ട് അവസാനം എന്ത് പറയും? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. സർവധർമാൻ പരിത്യജ്യ, നീ ഇതുവരെയുള്ള ധർമ്മങ്ങളെല്ലാം വിട്ടേക്കൂ, വന്ന് എനിക്ക് ശരണാഗതി പ്രാപിക്കൂ എന്ന് പറയുന്നു. ആരും അവരെ ഞാൻ മോക്ഷയിഷ്യാമി മാ ശുചാ, അവർക്ക് ഞാൻ ഡയറക്റ്റ് മോക്ഷം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഭഗവാന്റെ കാരുണ്യം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ത്? ദ്രൗപദി മാതയുടെ വസ്ത്രാക്ഷേപം. ആ കുരുസഭയിൽ വെച്ച് ദുശാസനൻ ആ വസ്ത്രങ്ങൾ ഉരിയാൻ ശ്രമിച്ച സമയത്ത് അവരാദ്യം എങ്ങോട്ടാണ് നോക്കിയത്? ഭർത്താക്കന്മാരെയൊക്കെ നോക്കി, അവരാരും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഭീഷ്മരടക്കമുള്ള പണ്ഡിതന്മാരെയും നോക്കി, അവരാരും ആരെ ശ്രദ്ധിച്ചില്ല, ദ്രൗപദി മാതായെ സഹായിച്ചില്ല. പിന്നീട് അവര് സ്വന്തം കൈകൾ കൊണ്ട് ആ വസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദുശാസനന്റെ ബലത്തിന് മുന്നിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തനിക്കാരുമില്ലെന്നും തന്റെ ശക്തി കൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ബോധ്യപ്പെട്ട ആ നിമിഷം ദ്രൗപദി മാത എന്ത് ചെയ്തു? ആ 2 കൈകളും ഉയർത്തിക്കൊണ്ട് എന്ത് പറഞ്ഞു? ഹേ കൃഷ്ണ ദ്വാരകാവാസ്യൻ, എന്നെ രക്ഷിക്കൂ. ഇത്രയും പറഞ്ഞു, ഹേ കൃഷ്ണ ദ്വാരകാവാസ്യൻ എന്ന് വിളിച്ചു. പൂർണ്ണമായിട്ടും ശരണാഗതിയായി. അതുകൊണ്ടാണ് നമ്മളൊക്കെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാ? ഇനി എനിക്കൊരു ആശ്രയമില്ല. നമ്മൾ ഈ പോലീസുകാരൊക്കെ വെടിവെക്കാൻ വരുന്ന സമയത്ത് പട്ടാളക്കാരുടെ മുന്നിൽ കുറ്റവാളികളൊക്കെ എല്ലാം താഴെയിട്ടിങ്ങനെ പൂർണ്ണമായിട്ടും സറണ്ടർ. പലരും അതിനെ കളിയാക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താണ്? പൂർണ്ണമായിട്ടുള്ള ശരണാഗതി. ആ ഭക്തയുടെ ആ നിസ്സഹായാവസ്ഥയും ആ ആഴത്തിലുള്ള വിളിയും കേട്ടിട്ട് ആ നിമിഷം ഭഗവാൻ അദൃശ്യനായിട്ട് തന്നെ എന്തുവരും? അവിടെ പ്രത്യക്ഷപ്പെട്ട് ദുശാസനൻ വസ്ത്രം വലിക്കുന്തോറും അത് അവസാനിക്കാത്ത രീതിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അവസാനം ദുശാസനൻ തളർന്നു പോകും. അങ്ങനെ ദ്രൗപദി മാതായുടെ മാനം സംരക്ഷിക്കപ്പെടും. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്,
നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിലോ മറ്റുള്ളവരിലോ വിശ്വസിക്കുന്നിടത്തോളം കാലം എന്ത് ഭഗവാൻ കാത്തു നിൽക്കും. മറ്റുള്ളവരെ വിശ്വസിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് തീർക്കാൻ പറ്റുന്നു എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അതുവരെയൊക്കെ ഭഗവാൻ കാത്തു നിൽക്കും. എന്നാൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല എൻ്റെ കൃഷ്ണ എന്ന് നാം മനസാവാച കർമ്മണ സമ്മതിക്കുന്ന നിമിഷം ആര് ഭഗവാൻ തൻ്റെ സർവശക്തിയോടും കൂടിയിട്ട് എവിടെ ഉണ്ടാവും? നമ്മുടെ കൂടെ ഉണ്ടാവും. കുന്തിദേവി അനുഭവിച്ചിട്ടുള്ള ഓരോ കഷ്ടപ്പാടും ഭഗവാനെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, അത്രയും പൂർണ്ണമായിട്ടും ശരണാഗതി, അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ആര് കുന്തി മാതായും നമ്മളെ പഠിപ്പിക്കുന്നത് കുന്തി സ്തുതിയിലൂടെ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എത്ര മനോഹരമായിട്ടാണ് കുന്തി മാതാ ഭഗവാനെ കുന്തി സ്തുതിയിലൂടെ സ്തുതിക്കുന്നത്. സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള രീതിയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കുന്തി മാതാ ഭഗവാനെ സ്തുതിക്കുന്നത്. ആ ഓരോ ശ്ലോകങ്ങളും കടിച്ചാൽ പൊട്ടാത്ത ഒരു വാക്കുകളുമില്ല. എത്ര മനോഹരമായിട്ട്, എത്ര സിമ്പിളായിട്ടാണ് ഭക്തിയോഗം എന്ന കടമ, അല്ലെങ്കിൽ ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട്, ആ ഭക്തിയോഗത്തിലൂടെ ഈ ജനന മരണ ചക്രങ്ങളാകുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് കുന്തിദേവി നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഒരു കുന്തി സ്തുതിയിലൂടെ. അപ്പം ഏവർക്കും എന്താണ് ആ ഭക്തിയാകുന്ന നീന്തൽ, ആ ഭക്തിയാകുന്ന നീന്തൽ അറിഞ്ഞാൽ, ആ ഭക്തിയാകുന്ന നീന്തലിന്റെ ശാസ്ത്രം അറിഞ്ഞാൽ ആർക്കും എന്ത് ഭഗവാൻ അപ്രാപ്യനല്ല. ഏതൊരു വ്യക്തിക്കും ഭഗവാൻ പ്രാപ്യനാകും. ഏതൊരു വ്യക്തിയുടെ മുന്നിലും ഭഗവാൻ പ്രത്യക്ഷനാകും. ഏതൊരു വിഷമഘട്ടത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ മുന്നിൽ ഉണ്ടാകും. അതാണ് ഇവിടെ നമ്മളെ കുന്തിദേവി പഠിപ്പിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സില് അതിൻ്റെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം. അപ്പം എല്ലാവരും ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആഴ്ചയിൽ 2 ക്ലാസ്സുകളുണ്ടാവും. 3-4 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കുന്തി സ്തുതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഹരേ കൃഷ്ണ.